എല്ലാവർക്കും നമസ്കാരം. ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ കൂട്ടത്തില് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്യാദർ ചെയ്യുന്ന, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ളത്. നമ്മളിത് ഈ വൈകാരിക ബുദ്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈകാരിക ബുദ്ധിയുടെ അച്ചീവ്മെന്റുകളിൽ ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപബോധ വ്യതിയാനം, ഉപബോധ വിപ്ലവം എന്നൊക്കെ പറയപ്പെടുന്ന ഈ പാരഡൈം ഷിഫ്റ്റ്. മുഖവുര അധികം വേണ്ടതില്ല എന്ന് തോന്നുന്നു. ഞാൻ നേരെ വിഷയത്തിലേക്ക് പോകാം. പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് പാരഡൈം എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വൈകാരിക ബുദ്ധിയുടെ കാര്യത്തില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്പേസ് ആണ് ഈ പാരഡൈമും പാരഡൈം ഷിഫ്റ്റും. വൈകാരിക ബുദ്ധിക്ക് വേണ്ടി നമുക്ക് പാരഡൈമിന്റെ ഷിഫ്റ്റും ഉണ്ടാകേണ്ടതുണ്ട്. വൈകാരിക ബുദ്ധി എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവിടെയും പാരഡൈം ഷിഫ്റ്റും കാണാം. എന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസിന് ശേഷവും മുമ്പും പാരഡൈം ഷിഫ്റ്റ് പ്രസക്തമാണ്. അപ്പോ അതിലെ പാരഡൈം എന്നുള്ള പദത്തെ നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. പാരഡൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപബോധ ചിത്രം എന്ന് പറയാം. ഉപബോധ ചിത്രം. ഉപബോധം എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിനെ നമ്മൾ ഈ പ്രസന്റേഷനിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഉപബോധ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സിൽ ഉള്ള നമ്മളെ കുറിച്ചുള്ള ചിത്രമാണ്. നമ്മുടെ പരിസരത്തെക്കുറിച്ചുള്ള, നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചുമുള്ള ചിത്രമാണ്. ഇതിനെയാണ് ഉപബോധ ചിത്രം എന്ന് പറയുക. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ വളരെ ചെറുപ്പത്തിലെ ആർജിക്കുന്നതാണ്. എന്താണോ നമ്മുടെ ചിത്രം, എന്താണോ ഉപബോധത്തിലുള്ള ചിത്രം, ഈ ചിത്രത്തിനനുസരിച്ചാണ് നമ്മുടെ ഇനി വരുന്ന ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാവുക. ഇത് ബോധ്യമാകണമെങ്കിൽ എങ്ങനെയാണ് മനസ്സെന്നും എങ്ങനെയാണ് ബോധമെന്നും എങ്ങനെയാണ് നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതും എന്നതിനെ കുറിച്ചൊക്കെ ബോധ്യം വരേണ്ടതുണ്ട്. എങ്കിലും ഒരു തുടക്കം എന്ന രീതിയിൽ ഞാൻ ഇതാണ് പറയുന്നത്. ഉപബോധ ചിത്രം ആണ് പാരഡൈം എന്ന് പറയുന്നത്. ക്ഷമിക്കുക, അതിന്റെ ഓർഡറിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ബിലീഫ് സിസ്റ്റം എന്നുള്ളതാണ് മറ്റൊരു രീതി പറയാവുന്നത്. നമുക്കൊരു വിശ്വാസ വ്യവസ്ഥയുണ്ട്. നമ്മളൊരു കാര്യത്തെ വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മള് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയെ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ. വിദ്യാഭ്യാസത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച്, വിദ്യാഭ്യാസം നേടിയാലുള്ള ഗുണത്തെക്കുറിച്ച്, വിദ്യാഭ്യാസം എന്നുള്ള പ്രക്രിയയെക്കുറിച്ച്, വിദ്യാഭ്യാസ പ്രക്രിയയിൽ വരുന്ന പ്രവിധികൾ അഥവാ മെത്തഡോളജികളെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ അംഗീകരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച്, വിദ്യാഭ്യാസത്തിന് കാരണമാകുന്ന വിഷയങ്ങളെ മുൻപോട്ട് വയ്ക്കുന്നവരെ കുറിച്ച്, അതിന്റെ ആധികാരികതയെ നിർവചിക്കുന്നവരെ കുറിച്ച്, ഇതിന്റെ പരിശോധന നടത്തുന്നവരെ കുറിച്ച്, ഇത് നമ്മിലേക്ക് എത്തിക്കുന്നവരെ കുറിച്ച്, ഇതുമൂലം നമ്മിലുണ്ടാകുന്ന പരിവർത്തനത്തെ കുറിച്ച്, ഇത് നമുക്ക് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഒരു നിര കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഇവയെല്ലാം പരസ്പര ബന്ധിതങ്ങളായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബിലീഫ് എന്ന് പറയുന്നതിന് പകരം, കേവലം ഒരു ബിലീഫ് എന്ന് പറയുന്നതിന് പകരം ഇതൊരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് നമ്മുടെ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫാണ്. നമ്മുടെ നാം ഒരു കെട്ടിടം കെട്ടുന്നുണ്ടെങ്കിൽ ആ കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കെട്ടിടത്തിന് വേണ്ടി പണം ഇറക്കുന്ന ആളുടെ ഭാവനയിൽ ഉണ്ടായ ഒരു ആശയത്തെ ഒരു
ഒരു മൂർത്ത ഭാവനയാക്കി മാറ്റുന്ന ഒരാളുണ്ടാവും, ഒരു ഡിസൈനർ ഉണ്ടാവും. ആ ഡിസൈനർ ആദ്യമായിട്ട് ആ മൂർത്ത ഭാവനയെ അദ്ദേഹം പകർത്തി വെക്കുന്നത് ഒരു ചിത്രത്തിലായിരിക്കും. അതിനെയാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള നമുക്കുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് പാരഡൈം എന്ന് പറയുന്നത്. എന്താണോ ബ്ലൂ പ്രിന്റ്? ഇതിന്റെ പ്രൊജക്ഷനാണ് വെളിയിൽ കാണുന്ന നമ്മുടെ ഭാവിയിൽ വരുന്ന ജീവിതം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും, നമ്മുടെ ജീവിതം എങ്ങനെ പ്രവർത്തിക്കണം, ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഇനിയുള്ള ഓരോ നിമിഷവും എന്താണ്, എന്താകും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ രേഖയാണ് ഈ പാരഡൈം എന്ന് പറയുന്നത്. പാരഡൈമിനെ നമുക്ക് അറിയുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്ഷമത അല്ലെങ്കിൽ ഫാക്കൽറ്റി നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ, ശേഷി നമുക്കുണ്ടാവുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് മാനേജ്മെന്റ് പരിശീലനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായിട്ട് ഈ പാരഡൈം ഷിഫ്റ്റ് നിലനിൽക്കുന്നത്. റൈറ്റ്? പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉപബോധ ചിത്രമാണെന്ന്. ഉപബോധ ചിത്രത്തിന്റെ പരിവർത്തനമാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പാരഡൈം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. പാരഡൈം ഷിഫ്റ്റ് ആണ് നമ്മുടെ വിഷയം. അപ്പോ ഉപബോധം എന്തെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം ബോധം എന്തെന്ന് മനസ്സിലാവണം. ബോധം എന്ന് പറയുന്നത് ജനസിസ് സ്പൈറൽ അനുസരിച്ച്, ഇതാണ് ജനസിസ് സ്പൈറൽ എന്ന് പറയുന്നത്. ജനസിസ് സ്പൈറൽ അനുസരിച്ച് പ്രാഥമികമായി ഉണ്ടാകുന്ന ബോധം, പ്രപഞ്ചമെങ്ങും എല്ലാം ആയി നിൽക്കുന്നത്. ഇപ്പോ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിക്ക് ഒരു ബോധമുണ്ട്. അപ്പൊ വ്യക്തി ഉണ്ടായപ്പോൾ അതിനൊരു ബോധമുണ്ടായി എന്നതാണ് നമ്മുടെ പൊതുവെയുള്ള സങ്കല്പം. ഒളിമ്പസ്, ഇക്കോജെനസിസ് ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ, ഇക്കോ സൈക്കോളജി, ഇക്കോ സ്പിരിച്വാലിറ്റി, ഈ മേഖലയിലുള്ള വീക്ഷണത്തിലൊന്നും തന്നെ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ബോധമാണ് ഇവിടെയുള്ള ദ്രവ്യമായി പരിണമിക്കുന്നത്. ബോധമാണ് ഊർജമായി പരിണമിക്കുന്നത്. ബോധമാണ് ദ്രവ്യമായി പരിണമിക്കുന്നത്. ബോധമാണ് സർവ സംവിധാനങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതനുസരിച്ച് ശുദ്ധബോധം, ഈ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് ചിത്രത്തില്, ശുദ്ധബോധം എന്ന് പറയുന്നതാണ് എല്ലാത്തിന്റെയും ബാക്ക് ബോൺ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എലമെന്റ്, അടിത്തറയാകുന്ന ഘടകം. അതാണ് ശുദ്ധബോധം എന്ന് പറയുന്നത്. ആ ശുദ്ധബോധമാണ് ഊർജമായും ദ്രവ്യമായും ജൈവദ്രവ്യമായും ഒരു കോശമായും അവയവമായും ജീവിയായും ഭൂമിയായും സൗരയൂഥമായും പ്രപഞ്ചമായും തന്നെ വിധാനിച്ച് നിൽക്കുന്നത്. അപ്പൊ ബോധമാണ് ഇത്തരത്തിലെല്ലാം ആയി നിൽക്കുന്നത്. എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ ഇക്കോജെനസിന്റെ അകത്തൂടെ പോകണം. അത് വരുന്ന ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ അത് വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒളിമ്പസിനകത്തൂടെ ക്യൂ ലൈഫിനകത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അവിടേക്ക് എത്തും. ആ സമയത്ത് പഠിക്കാം. ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഇതാണ്, ശുദ്ധബോധമാണ് ഇവയെല്ലാമായിട്ട് മാറ്റുന്നത്. ഇതിനെ വിശദീകരിക്കുന്ന ആ ഒരു ചിത്രമാണ് ജനസിസ് സ്പൈറൽ എന്ന് പറഞ്ഞത്. ഞാനതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നുള്ളൊരു എക്സ്പെരിമെന്റ്, പരീക്ഷണമാണ്. ക്വാണ്ടം ഫിസിസ്റ്റുകൾ ചെയ്ത് നോക്കിയ ഒരു എക്സ്പെരിമെന്റ് ആണത്. അതായത് ഒരു ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും ഇലക്ട്രോണുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ രണ്ട് ദ്വാരങ്ങളുടെ മുന്നിലൂടെ കടത്തിവിടുന്ന സമയത്ത്, അത് വീക്ഷിക്കുന്ന സമയത്ത് അത് തരംഗ രൂപത്തിലാണ് അത് പ്രത്യക്ഷമാകുന്നത്. അല്ല, അത് തരംഗ രൂപത്തിലാണ് ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രകാശത്തെ തരംഗ രൂപത്തിലാണ് കാണാൻ കഴിയുക. അവ രണ്ട് സ്ലിറ്റുകൾക്കിടയിൽ, രണ്ട് ദ്വാരങ്ങൾക്കിടയിലൂടെ അത് കടന്നു വരുന്ന സമയത്ത് അത് രണ്ട് പാറ്റേണുകളായിട്ട് അപ്പുറത്ത് തെളിഞ്ഞ് കാണുക എന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അങ്ങനെയാണോ അത് എന്ന് അറിയാനായിട്ട് ഈ മറ്റേ പ്രകാശരശ്മികൾ അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഇലക്ട്രോൺ ബീമുകൾ ഇത്തരത്തിൽ തന്നെയാണോ വരുന്നതെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ ഇത് വീണ്ടും പഴയപടി ഒരു എന്താ പറയാ വേവ് ആയിട്ട് തന്നെ പോകുന്നതും കാണാൻ കഴിയും. അതായത് ഒരു പ്രാപഞ്ചിക ദ്രവ്യത്തിന്റെ ചലനത്തിൽ അത് സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കിൽ നിന്നും കൃത്യമായി വ്യത്യസ്തമായ സ്വഭാവവിശേഷങ്ങൾ ചിലയിടങ്ങളിൽ പ്രകടിപ്പിക്കും.
നാം അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാണെന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഓരോന്നിനും അതിന്റെ തനതായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടെന്നും നാം അത് നിരീക്ഷിക്കുമ്പോൾ അവയ്ക്ക് അവയുടേതായിട്ടുള്ള ഒരു സവിശേഷമായ രീതിയിൽ പൊതുവായിട്ടുള്ള ഒരു വീക്ഷണഗതിയിലേക്ക് അത് മാറിച്ചെല്ലുമെന്നും വ്യതിയാനങ്ങൾക്ക് വിരുദ്ധമായ മാറ്റങ്ങളിലൂടെ യാത്ര ചെയ്യുമെന്നും ആണ് ഈ ചിത്രം, ഈ പരീക്ഷണം നമ്മളെ ബോധ്യമാക്കുന്നത്. അപ്പോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ബോധം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങളായിട്ട് മുമ്പേ പറഞ്ഞതാണ്. ബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കാണുന്ന സർവ്വ വസ്തുക്കൾക്കും വസ്തുതകൾക്കും സ്ഥലത്തിനും കാലത്തിനും രൂപത്തിനും ഭാവത്തിനും ഭവത്തിനും എന്തു തന്നെ ആയിക്കോട്ടെ, അതിന്റെ ഭൗതികമോ പ്രാതിഭാസികമോ അതിന്റെ ധർമ്മപരമോ ജ്ഞാനപരമോ അതിന്റെ ഊർജപരമോമായ എന്തിന്റെയും അടിത്തറയാകുന്ന ഒന്നിനെയാണ്, ഏറ്റവും അടിത്തറയാകുന്ന ഒന്നിനെയാണ് ഈ ബോധം എന്ന് പറയുന്നത്. ശുദ്ധമായ ബോധം, പ്യുവർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ വിശദീകരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ നിർവചനം എന്ന് പറയുന്നത് വളരെ ലഘുവാണ്. എന്താണോ അത്, അതാണ് അത് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദാറ്റ്, ദാറ്റ് ഈസ് ദാറ്റ് എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഈ ബോധത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നാം കാണുന്ന ഏതൊരു കാര്യത്തിന്റെയും ഗതിയിൽ, പ്രവർത്തനത്തിൽ, ഗതിയിൽ, ചലനത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ വഴി തിരിച്ചുവിടും എന്നുള്ളതാണ്. ബോധത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ അതുവഴിയാണ് നമുക്ക് ബോധത്തിന്റെ പ്രസൻസിനെ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോധത്തിന്റെ സാന്നിധ്യത്തെ അറിയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ട് എന്ന് നാം ഗണിച്ചു തുടങ്ങുന്നത്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ബോധമാണ് ഇവിടെയുള്ള സർവ പ്രത്യക്ഷമാകുന്ന വസ്തുക്കളുടെയും രൂപീകരണത്തിന് കാരണമാകുന്നത്, നിങ്ങൾക്ക് കാരണമാകുന്നത്, നിങ്ങളായി നിൽക്കുന്നതിന് കാരണമാകുന്നത്, നിങ്ങൾ ഇപ്പോൾ അറിയുന്ന ഈ ടോക്കിന് കാരണമാകുന്നതെല്ലാം തന്നെ ബോധമാണ്. ഇവിടെ കാണുന്ന വസ്തുക്കളും വസ്തുതകളും പ്രവർത്തനങ്ങളും പശ്ചാത്തലങ്ങളും ബന്ധങ്ങളും എല്ലാം തന്നെ ബോധത്തിന്റെ ആവിഷ്കാരങ്ങളാണ്, മാനിഫെസ്റ്റേഷൻസ് ആണ്. ഇതാണ് ഇപ്പൊ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ബോധത്തിന്റെ പല തലങ്ങളുണ്ട്. അത് മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയുകയാണെങ്കിൽ, ഞാനീ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് വരുത്തിയ വെള്ളം കുടിക്കാനെടുത്തൊരു ബ്രേക്ക്, ഈ സമയത്ത് പോലും എന്താണ് ഈ പറയാൻ പോകുന്നത്, ഇത് തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ച ആ സംഭവം എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോയിട്ടുണ്ടാവും. ഈ ആലോചന നടന്ന സ്ഥലമില്ലേ, അതാണ് എൻറ്റിറ്റി കോൺഷ്യസ്നെസ്. ഞാനീ പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ കേൾക്കുന്ന സമയത്ത് അത് ശരിയാണോ, ഇങ്ങനെയാണോ, അതാണോ എന്ന് നിങ്ങൾ സ്വയം ഒരു വിശകലനം നടത്തുന്നുണ്ട്. ആ വിശകലനമാണ് എൻറ്റിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള ആവൃത്തം. അതിനുമകത്ത് ഞാൻ ഈ ആദ്യത്തെ അവസ്ഥയെ കുറിച്ച് തന്നെ പറയട്ടെ. അത് ഒരു ജീവി എന്ന രീതിയിൽ ആണ് നിങ്ങളുടെ ശരീരത്തിൽ നിലകൊള്ളുന്നത്. ഒരു ജീവിയുടെ ബോധമായിട്ടാണ് നിലകൊള്ളുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നത്, അതിന്റെ പ്രധാന ഇടപാട് നടക്കുന്നത് നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. നിങ്ങളുടെ കണ്ണ്, കാത്, മൂക്ക്, തൊക്ക് എന്നൊക്കെ പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളുടെ തലത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളത്, ആ വിചാരത്തിന് കാരണമായ എലമെന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. അത് ഉണർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇനി ഈ നിങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ അവയവങ്ങൾ ചേർന്നിട്ടാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ അവയവങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു തലമുണ്ട്, ഒരു കേന്ദ്രമുണ്ട്. അതായത് നിങ്ങളുടെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവയുടെ ഒരു കൂടിച്ചേരലുണ്ട്. ആ കൂടിച്ചേരലിന്റെ തലത്തെയാണ് നമ്മൾ അവയവ തലം എന്ന് പറയുന്നത്. ഈ അവയവ തലത്തിലുള്ള ബോധങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവയവങ്ങളുടെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ബോധങ്ങളുണ്ട്. നിങ്ങൾക്ക് എൻറ്റിറ്റി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സത്താബോധം ഉള്ളതുപോലെ എല്ലാ അവയവങ്ങൾക്കും അതുപോലെ ഒരു ബോധമുണ്ട്. പക്ഷെ ആ ബോധങ്ങളുടെ കൂടിച്ചേരലിൽ നിങ്ങൾക്ക് അനുഭവമാകുന്ന ബോധത്തെയാണ് നിങ്ങളുടെ ഉപബോധം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉപബോധം എന്ന് പറയുന്നത് ഓരോ അവയവത്തിന്റെയും ബോധങ്ങളുടെ തുകയാണ്. അത് മനസ്സിലാക്കണം. ഇത്
അതാത് അവയവങ്ങളിൽ ഓരോ അവയവങ്ങളിലും അത് കടന്നുപോയ പ്രക്രിയയുടെ ഭാഗമായി അത് എന്ത് ചെയ്തു, എന്തിലൂടെ കടന്നുപോയി എന്നത് ഓർത്തു വെക്കാറുണ്ട്. അതിനാണ് മെമ്മറി ഓർഗൻ എന്ന് പറയുക, സ്മൃതീന്ദ്രിയം എന്ന് പറയും. അവിടെ ഇത് നിലനിൽക്കുന്നത്, നിങ്ങളെ അപേക്ഷിച്ച് അത് നിലനിൽക്കുന്നത് സ്വപ്ന രൂപത്തിലാണ്, ജാഗ്രത അവസ്ഥയല്ല, സ്വപ്നാവസ്ഥയാണ്. എന്നുവെച്ചാൽ അവിടെ ഭാവനയുടെ ഒരു തലമാണുള്ളത്, സ്വപ്നത്തിന്റെ ഒരു തലമാണുള്ളത്, ഓർമ്മകൾ വ്യാപരിക്കുന്ന ഒരു തലമാണുള്ളത്. അതാണ് സ്വപ്നാവസ്ഥ, സ്വപ്നതലം, ജാഗ്രത, സ്വപ്നം. ഇനി ഇതിനുമകത്ത് നിങ്ങളുടെ കോശങ്ങളുടെ തലത്തിൽ ഒരു ബോധമുണ്ട്. ഓരോ കോശത്തിനും ബോധമുണ്ടല്ലോ, അവയവങ്ങൾക്ക് ബോധമുള്ളത് പോലെ ഓരോ കോശത്തിനും ബോധമുണ്ട്. ആ കോശത്തിന്റെ ബോധത്തെയാണ് നിങ്ങൾ ഇൻറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുക. അവിടെ സ്വത്വേന്ദ്രിയങ്ങളാണല്ലോ. നിങ്ങളുടെ സ്വത്വം എന്നുള്ളത് എന്താണോ, നിങ്ങളുടെ അടിസ്ഥാനപരമായ ജീവസ്വഭാവം എന്ന് വെച്ചാൽ എനിക്കുള്ള സ്വഭാവമല്ല പ്രസീതയ്ക്കുള്ളത്, ആ സ്വഭാവമല്ല ബീനയ്ക്കുള്ളത്. അപ്പോ ഈ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വത്വം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നത്. ആ സ്വത്വം എന്ത് എന്ന് നിർണയിക്കുന്ന ആ ഒരു തലമാണ്, അവിടുത്തെ അവയവമാണ് അതിന്റെ കേന്ദ്രം. അവിടെ ഉള്ള അവസ്ഥയെ, ആ സ്വത്വത്തെ അറിയുന്ന, സ്വത്വം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു അവസ്ഥയെ അല്ലെങ്കിൽ സ്വത്വത്തിൻ്റെതായിട്ടുള്ള ആ തലത്തെയാണ് നമ്മൾ സുഷുപ്തി, നിദ്ര എന്നൊക്കെ പറയുന്നത്. ഉറക്കത്തിന്റെ അവസ്ഥ, ഉറക്കത്തിന്റെ ഒരു ലോകമാണ്. നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ ഈ ലോകമാണ്, ഇൻറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് ആണ് ആക്റ്റീവ് ആയിരിക്കുക. ഓക്കെ, ഇതിനുമൊക്കെ അപ്പുറത്ത് ഉറക്കവും കഴിഞ്ഞ്, കേവലമായിട്ടുള്ള ഉറക്കവും കഴിഞ്ഞ് എന്ന് വെച്ചാൽ റാപ്പിഡ് ഐ മൂവ്മെന്റിന്റെ ഒക്കെ ആ ഒരു സമയവും കഴിഞ്ഞ് അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ പൂർണ്ണമായും ഒരു ഡെഡ്ലി ആയിട്ടുള്ള സ്റ്റേജിലൂടെ പോകുന്നു. ഡെഡ്ലി എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ആക്ടിവിറ്റിയും പ്രസക്തമല്ലാതാകുന്ന ഒരവസ്ഥ. അങ്ങനെ പോകുന്ന കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ശരിക്കും ഓർഗാനിക് ലെവലിലാണ്, അതായത് ജൈവ തലത്തിലാണ്. ജൈവ തലം എന്ന് പറയുമ്പോൾ പ്രോട്ടോപ്ലാസത്തിന്റെയും ഒക്കെ തലമാണ്. ആ തലത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതിനാണ് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്, നിങ്ങളുടെ പരമമായ ബോധം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ഉള്ള ഒരു ഇന്ദ്രിയ തലത്തെയാണ് സൂപ്പർ സെൻസറി ഓർഗൻ അഥവാ അതീന്ദ്രിയം എന്ന് നമ്മൾ പറയുന്നു. ഇതിനെ നാലാമത്തെ തലം, നമ്മളിൽ നിന്ന് നാലാമത്തെ തലം എന്ന് സൂചിപ്പിക്കുന്ന തുരീയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാലാമത്തെ തലം. അപ്പോ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ പരമമായ ബോധാവസ്ഥയാണ്. നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി ഉണരുന്നത് ഈ അതീന്ദ്രിയത്തിന്റെ തലത്തിൽ ഞാൻ ആര്, എന്റെ അഹം എന്നുള്ള അവസ്ഥ എന്ത് എന്നതൊക്കെ നിർവചിക്കുന്ന ആ ഒരു തലത്തിലാണ് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്നുള്ള സംഭവം ഉള്ളത്. ശരിക്കും അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് അഹം വരുന്നത് പോലും ഇൻറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് ആണ്. ഈ അഹത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ജൈവാവസ്ഥയാണ് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് വരുന്നത് കേട്ടോ. പിന്നെ ഇൻറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് ആണ് അഹത്തിന്റെ ഒരു തലം. അത് കഴിഞ്ഞ് സബ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളുടെ, നമ്മുടെ പ്രവർത്തനശീലങ്ങളുടെ ഒക്കെ തലമാണ്. അതിനുശേഷമാണ് ബോധതലം, ഞാൻ എന്ത് ഏത് എന്നുള്ളത് ആലോചിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോഴും, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ആലോചിക്കുമ്പോഴും, എൻ്റെ ഉള്ളിലെ വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്. ഞാൻ എന്തൊക്കെ കൊനിഷ്ട് ആലോചിച്ചു പോയാലും ഞാൻ നിങ്ങളെ നോക്കിയിട്ട് സംസാരിക്കുക വളരെ മധുരതരമായിട്ടായിരിക്കും. ആ മധുരതരമായ പെരുമാറ്റത്തെയാണ് ആക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് ലിവിങ് ലെവലിലാണ് വരുന്നത്. എന്റെ കർമ്മേന്ദ്രിയങ്ങളുടെ തലത്തിലാണ് അത് കാണുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത് എന്റെ തലയാട്ടിയും കൈയാട്ടിയും കാലാട്ടിയും ഒക്കെയാണ്. അപ്പൊ എന്നിൽ നിന്നും നിങ്ങളിലേക്ക് ആ സംവേദനം വരുന്നത് കർമ്മേന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. അതിനെ പ്രത്യക്ഷാവസ്ഥ എന്ന് പറയുന്നത്, ജാഗ്രത പ്രത്യക്ഷം എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോ, ഞാനിങ്ങനെ പറയുന്നതനുസരിച്ച് നിങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാവും. ഞാൻ എന്ത് പറയുന്നതനുസരിച്ച് നിങ്ങൾ ചലിക്കുന്നു. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. അത് തലയാട്ടുന്നു. ശരിക്കും എനിക്ക് എന്റെ ശരീരത്തെ മാത്രമേ അനക്കാൻ കഴിയൂ. എന്നിട്ടും നിങ്ങളുടെ എല്ലാം തല അവിടെ കുലുങ്ങി. അതിന് കാരണമാകുന്നത് അത് എന്റെ ശരീരമായതുകൊണ്ടാണ്. എന്റെ ശരീരത്തിന്റെ തന്നെ റിമോട്ടായിട്ടുള്ള ഒരു ഓർഗൻ, അവയവമാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് എന്നോട് അഭിമുഖമായിരിക്കുമ്പോൾ അത് എന്റെ ശരീരാവയവം തന്നെയായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനെയാണ്
ഇത് സംഭവിക്കുന്നത് സ്പീഷീസ് ലെവലിലാണ്. സ്പീഷീസ് ലെവൽ എന്ന് പറയുമ്പോൾ ജീവിവർഗതലത്തിലാണ് സംഭവിക്കുന്നത്. അത് റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് എന്നാണ് ഇതിനെ പറയുക, പ്രതിമനസ് എന്നാണ് പറയുക. അവിടെ വർക്ക് ചെയ്യുന്ന റിമോട്ട് ഓർഗൻസ് ആണ്. അതിന്റെ വിവിക്ത തലം എന്നാണ് പറയുക, ബോധത്തിന്റെ വിവിക്ത തലം എന്നാണ് പറയുക. അതിന്റെയും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കണക്ട് ചെയ്ത മഹാജീവാവസ്ഥയുടെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തും. അത് ആദ്യം നമ്മൾ കയറി ചെന്ന് കണ്ട ഏറ്റവും അകത്ത് കണ്ടിട്ടുള്ള അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് തന്നെയാണ് അത്. ഓക്കെ, ഈ അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ബോധമാണ് എന്ന് ദയവ് ചെയ്ത് കരുതരുത്. പ്രപഞ്ചത്തിന്റെ ബോധമല്ല, നമ്മൾ പ്രപഞ്ചബോധവുമായി സ്പർശിച്ച് നിൽക്കുന്ന ഇടമാണ്, സമ്പർക്ക സ്ഥലം മാത്രമാണ് അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്. ഓക്കെ, അപ്പൊ എൻറ്റിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ്നെസ്, ഇന്നേറ്റ് കോൺഷ്യസ്നെസ്, പ്രൈം കോൺഷ്യസ്നെസ്, പിന്നെ വെളിയിലേക്ക് പോകുമ്പോൾ ആക്റ്റീവ് കോൺഷ്യസ്നെസ്, റെസ്പോൺസീവ് കോൺഷ്യസ്നെസ്, പ്രൈം കോൺഷ്യസ്നെസ്. ഇതാണ് ബോധത്തിന്റെ 6 തലങ്ങൾ. വേണമെങ്കിൽ മനസ്സിന്റെ 6 തലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രം കണ്ടോ? നമ്മൾ ഒളിമ്പസിന്റെ പാഠങ്ങളിലൂടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, കൂടുകൾക്കകത്ത് കൂടുകളായ വ്യവസ്ഥ. പ്രപഞ്ചത്തിനകത്ത് സൗരയൂഥവും, സൗരയൂഥത്തിനകത്ത് ഭൂമിയും, ഭൂമിക്കകത്ത് ജീവരാശിയും, അതിനകത്ത് ജീവനും, ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ജീവിയും, അതിനകത്ത് അവയവവും, അതിനകത്ത് കലകളും, അതിനകത്ത് കോശങ്ങളും, അങ്ങനെ 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 അകത്തേക്ക് പോകുന്ന കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരവസ്ഥ. ഇതിന് പ്രപഞ്ചം എന്നുള്ള മഹാജൈവ സംവിധാനത്തിന് സ്വയം പ്രവർത്തന ശേഷിയുണ്ട്. ആ സ്വയം പ്രവർത്തന ശേഷിയുടെ ഭാഗമായിട്ടാണ് സോളാർ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതിന്റെ സ്വയം പ്രവർത്തന ശേഷിയുടെ ഭാഗമായിട്ട് ഭൂമി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോന്നിന്റെയും സ്വയം പ്രവർത്തന സംവിധാനത്തിനകത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു സത്ത ഉണ്ടാകണമെങ്കിൽ ആ സത്തയുടെ ആദ്യ തലം ഉണ്ടാകുന്നത് ഒരു ഈഗോ ആയിട്ടാണ്. ഒരു സത്ത ഉണ്ടാകുന്നതിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു കെട്ടിടം ഉണ്ടാകണമെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. ആ ബ്ലൂ പ്രിന്റ് എന്നുള്ളതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തിന്റെ ബ്ലൂ പ്രിന്റാ? ഇന്ന കെട്ടിടത്തിന്റെ, അല്ലെങ്കിൽ ഇന്ന കപ്പലിന്റെ, അല്ലെങ്കിൽ ഇന്ന വസ്തുവിന്റെ, അതിന്റെ സർക്യൂട്ട് നമ്മൾ ആദ്യമേ പേരിടും. ഇന്നത് എന്നൊരു ഡെഫിനിഷൻ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള. പിന്നീട് അതിന് മാറ്റം വരുന്നതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷെ പ്രൈമറി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തെ ഡിഫൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. അപ്പോ ബോധം, പരമമായ ബോധം, പക്ഷെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധം ഒരു സത്തയായി പരിണമിക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് ആ സത്ത ഒരു പ്രദേശത്ത് അത് ഉണ്ടാകട്ടെ, ഇന്നതായിരിക്കട്ടെ അതിന്റെ രൂപം, ഇന്നതായിരിക്കട്ടെ അതിന്റെ പ്രവർത്തനം എന്ന കൽപ്പനയാണ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തൽക്കാലം ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല. അത് ഒളിമ്പസിന്റെ പഠനത്തിലൂടെ, QLF-ന്റെ പഠനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് ബോധ്യമാകും എന്ത്, എവിടെ, എങ്ങനെയെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അക്കാര്യം അറിയാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോ ബോധത്തിന്റെ സ്വയം നിർവചനമാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ കടലിലെ ഒരു ജീവിയാണ് മീൻ. കടലിന്റെ പുറത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മീനും തിരമാലയും തിമിംഗലവും അതിനകത്ത് ഉപ്പും ഒക്കെ കടലാണ്. കടലിനകത്ത് ജീവിക്കുന്ന, കടലിലെ ഘടകങ്ങളെല്ലാം കൂടിച്ചേർന്നുണ്ടായ കടലിന്റെ ഭാഗമായിരിക്കുന്ന, കടലായിരിക്കുന്ന മീനിന് താൻ കടലാണെന്ന് തോന്നില്ല, കടലിന്റെ അകത്താണെന്നേ തോന്നുന്നു. കാരണം കടലിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് അതിന്റെ ഇടയിൽ താനും അതും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തൊലിപ്പുറമുണ്ട്. ആ തോല് വെച്ചിട്ട് വേർതിരിച്ച് ഇതിനകത്തുള്ളതൊക്കെ ഞാൻ, പുറത്തുള്ളതൊക്കെ പുറം ലോകം എന്നതാണ് മീനിന്റെ ധാരണ. ഈ ചീനവല കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണമാണ് ചീനവല. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ കായലിന്റെ ഓരത്ത് കാണാം ഇങ്ങനെ ഈ വല ഇങ്ങനെ ഒരു കമ്പിലൊക്കെ കെട്ടിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് താഴ്ത്തിയിടും. എന്നിട്ട് അത് പൊക്കുമ്പോ മീനിനെയും കൊണ്ട് പൊങ്ങും. ഈ രീതിയിലാണ് ചീനവല എന്ന് പറയുന്നത്. അപ്പൊ ഈ ചീനവലയുടെ ചുറ്റും
ബോട്ടുകളൊക്കെ വന്നിട്ട് അതിനകത്ത് പണി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ബോട്ടുകൾ വന്നിടിച്ച് കയറാൻ, തോണിയൊക്കെ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു പരിധി കൽപ്പിക്കും. ആദ്യം കായലിന്റെ നടുവിൽ തന്നെ തെങ്ങിന്റെ കുറ്റികൾ അടിച്ചിട്ട് ചീനവല ഇടേണ്ട സ്ഥലം അത് നിർണയിച്ചു വെക്കും. അതിന്റെ അകത്തെന്താ, പിന്നെ കായല് തന്നെയാണ്, അതിന്റെ പുറത്തും കായല് തന്നെ. അകത്തേക്കും മീനുകളൊക്കെ കയറി വരും, എന്നിട്ട് അവിടെ കിടക്കും, അവിടെ വർക്ക് ചെയ്യും. ചീനവലയ്ക്ക് അകത്തുപെടും, അത് പിന്നെ മീൻപിടുത്തക്കാരന്റെ കയ്യിലേക്ക് വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഈ തെങ്ങിന്റെ കുറ്റി വെച്ചിട്ടാണ് വേർതിരിക്കുന്നത്. തെങ്ങിന്റെ കുറ്റി പറിച്ചു കിട്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് കായലാണ്. തെങ്ങിന്റെ കുറ്റിക്ക് അകത്ത് നിൽക്കുമ്പോഴോ അപ്പോഴും കായല് തന്നെ. പക്ഷെ ഇതിന്റെ പരിധിയാണെന്നൊരു നിർവചനമുണ്ട്. ഇതുപോലെ പ്രപഞ്ചമാകുന്ന മഹാബോധത്തിന്റെ ആ മഹാകടലിനകത്ത് ഒരു പ്രദേശം, ആ പ്രദേശത്തെ ഇതാണ്, ഈ ചീനവലയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇത് നസറിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വർഗീസേട്ടന്റെ ഭാഗമാണ് എന്ന രീതിയിൽ ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ സത്തയാണെന്ന രീതിയിൽ ആദ്യമേ ഡിഫൈൻ ചെയ്യും. ഇതാണ് ഇതിന്റെ അതിര്, ഇതാണ് ഇതിന്റെ ബൗണ്ടറി എന്ന രീതിയിൽ ആദ്യമേ ഡിഫൈൻ ചെയ്യും. ഈ ഡെഫിനിഷനാണ് ഈഗോയുടെ ആദ്യത്തെ രൂപം. അഹത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ രൂപം എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ സ്ഥലം, ഇതാണ് ഇതിന്റെ സമയം, ഇതാണ് ഇതിന്റെ ധർമ്മം എന്നത് ആദ്യമേ ഡിഫൈൻ ചെയ്യും. അതാണ് സെൽഫ് ഡെഫിനിഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ കോൺഷ്യസ്നെസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺഷ്യസ്നെസ് എന്തിനു വേണ്ടിയാണ് ഉണ്ടാകുന്നത്? ആ ഒരു ഭാഗം ഉണ്ടായി, അഹം എന്നുള്ളത്, അഹങ്കാരം ഉണ്ടായി. അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടായത്? എന്താണ് ഇതിന്റെ ധർമ്മം? ഇപ്പൊ എന്റെ കൈ ഉണ്ടായത് എന്റെ ശരീരത്തിലേക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളെ ഉള്ളിലേക്ക് എടുത്തു കൊടുക്കാനും, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ വകഞ്ഞു മാറ്റാനും, എന്റെ പുറം ചൊറിയുമ്പോൾ ചൊറിയാനും, എന്റെ ശരീരത്തിന് വേണ്ടുന്ന ധർമ്മങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കൈ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്റെ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന ഒരു അവയവമാണ് കൈ എന്ന് പറയുന്നത്. എന്റെ ശരീരത്തിന്റെ അകത്തായിരിക്കുമ്പോൾ എന്റെ ശരീരത്തിനെ സേവിക്കുക, എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് കൈയുടെ ധർമ്മം. അപ്പോ ഈ ധർമ്മം എന്നുള്ളത്, അപ്പൊ കൈ എന്നുള്ളത് അവിടെ ഇങ്ങനെ ഒരു കൈ ഉണ്ടാകേണ്ടതുണ്ടെന്ന് മനസ്സിലായി. അത് ഇന്നതാണ് അതിന്റെ ധർമ്മം എന്ന് മനസ്സിലായി. അതിന് ഇത്രത്തോളം സ്പേസ് എന്ന് അപ്പോ ഒരു ഡെഫിനിഷൻ വരും. അതിന് അനുസരിച്ച് ഇന്ന പ്രവർത്തനങ്ങൾ അത് ഏർപ്പെടണം ഉണ്ടാവും. ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് ഇന്ന പരിശീലനങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നുണ്ടാവും. അപ്പോ ഈ രൂപത്തിൽ ആദ്യം അതിനൊരു ഭൗതിക രൂപം ഉണ്ടാവും, അതിനുശേഷം അതിനൊരു പ്രവർത്തന രൂപം ഉണ്ടാവും, പിന്നെ ആ പ്രവർത്തനത്തിന് ഒരു ആസൂത്രണ രൂപം ഉണ്ടാവും, മനസ്സ് എന്നുള്ള രൂപം ഉണ്ടാവും. പിന്നെ ആ ആസൂത്രണത്തിനനുസരിച്ച് അത് ചുറ്റുപാടുമായി പ്രവർത്തിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു ഊർജ്ജം ഉണ്ടാവും. ഇങ്ങനെ ഓരോ തലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ഈഗോ ആണ്. ഈഗോ എന്ന് വെച്ചാൽ അഹങ്കാരം എന്നുള്ള അവസ്ഥയാണ്. അതിനുശേഷമാണ് അത് പ്രവർത്തിക്കുക, അതിന്റെ ധർമ്മം ചെയ്യുക. ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മത്തിനനുസരിച്ച് കർമ്മം എന്നുള്ള അവസ്ഥയുണ്ടാവും. കർമ്മം എന്നുള്ള അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രതികർമ്മം എന്നുള്ള അവസ്ഥയുണ്ടാവും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു സത്ത ഉണ്ടായി കഴിയുമ്പോൾ ആ സത്തയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പല ലെയറുകളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വരും. ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആദ്യത്തെ 3 മാസം അവൻ ഒരു സൈഗോട്ട് എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും അവൻ ഒരു ഗർഭസ്ഥ ശിശുവായി മാറി പരിവർത്തിക്കുന്ന ആദ്യത്തെ 3 മാസം അവന്റെ അബ്സല്യൂട്ട് ഈഗോ എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ അഹങ്കാരം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്, അബ്സല്യൂട്ട് ഈഗോ ഉണ്ടാകുന്നത് ആദ്യത്തെ 3 മാസമാണ്. അതിനുശേഷമാണ് അവന്റെ റെസിഡൻഷ്യൽ ഈഗോ എന്നുള്ള സംഭവം ഉണ്ടാവും. അവൻ എവിടെ താമസിക്കുന്നു, ഞാൻ എന്നുള്ളത് എവിടെയാണ്, ഞാൻ എവിടത്തുകാരനാണ്, എങ്ങനത്തെ ആളാണ്, എന്റെ ഭാവി എന്ത്, ഭൂതം എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവന്റെ 3 മുതൽ 9 മാസം വരെയുള്ള അവന്റെ ഗർഭകാലത്താണ്, ഗർഭകാല ജീവിതത്തിലാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് സെൻസറി ഈഗോ എന്നുള്ളത് വരുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങൾ മൂലം അവൻ ആർജിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ 3 വർഷമാണ് ജനനത്തിന് ശേഷമുള്ള ആദ്യത്തെ 3 വർഷം. ഇതിന്റെ ഇടയിൽ ഒരു കാലം ഉണ്ട് കേട്ടോ, ആ ജനിച്ചു കഴിഞ്ഞ ആദ്യത്തെ 6 മണിക്കൂർ എന്ന് പറയുന്നത്. അതാണ് ഈ ഈഗോയുടെ ഫോർമേഷനിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കാലം, വളരെ പ്രാധാന്യമുള്ള കാലം. പക്ഷെ ഞാൻ ആ ഒരു ഡയമെൻഷനിലല്ല ഇതിനെ സമീപിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. സെൻസറി ഈഗോ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസം. അതിനുശേഷം ഫങ്ഷണൽ ഈഗോ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ തനിക്ക് ചെയ്യാനാകും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 3 മുതൽ 5 വരെ 6 വരെ കാലം കൊണ്ടാണ്. ആ ബോധബുദ്ധികളുടെ ഘടനയ്ക്കനുസരിച്ച് EQ-നും IQ-നും ഒക്കെ അനുസരിച്ച് ഇതിൽ മാറ്റം വരും.
എങ്കിലും ഏതാണ്ട് 3 മുതൽ 5 വരെ വർഷങ്ങൾ കൊണ്ടാണ് ഈ ഫങ്ഷണൽ ഈഗോ എന്ന സംഭവം സംഭവിക്കുന്നത്. അതായത് പ്രവർത്തനപരമായിട്ടുള്ള അവന്റെ ഈഗോയെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം റെസ്പോൺസീവ് ഈഗോ, വെളിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ സംഭരിച്ചു വെച്ചുകൊണ്ട് അവന്റെ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് 5 മുതൽ 8 വരെ വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോ ഇതുപോലൊരു ഈഗോ ഡെവലപ്മെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കുക, ഒരു ഈഗോ എന്നുള്ള സംഭവമാണ് ഈ ഒരു സത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ എന്നുള്ള, ഇപ്പോ ഞാൻ പ്രസീത എന്ന് പറഞ്ഞാൽ പ്രസീത എന്താണെന്ന് മനസ്സിലാകുന്നത് പ്രസീത എന്നുള്ള വ്യക്തിയുടെ അഹങ്കാരത്തിൽ നിന്ന് മാത്രമാണ്. അതാണ് തീരുമാനിക്കുക ആരാണ് പ്രസീത, എവിടെയാണ് പ്രസീത, എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ പ്രസീതയുടെ ഈഗോ ആണ് തീരുമാനിക്കുന്നത്. അപ്പോ അതില് എന്താണ് ഇത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് റെസിഡൻഷ്യൽ ഈഗോയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. മറ്റുള്ളതെല്ലാം തന്നെ നമ്മൾ ആർജിക്കുന്നതാണ്. പക്ഷെ റെസിഡൻഷ്യൽ ഈഗോ എന്നുള്ള ആ തലത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിനെ പാരഡൈം എന്നുള്ള പദവുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ റെസിഡൻഷ്യൽ ഈഗോ എന്ന് പറയുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് മാറുന്നത്. ഇതില് ഈ ചിത്രത്തിൽ നോക്കുക, കോസ്മിക് പെറ്റാക്കളില് കോഗ്നിറ്റീവ് സ്റ്റേജസ് അല്ലെങ്കിൽ ജ്ഞാന തലങ്ങൾ എന്ന് പറയുന്നതില് സഹജാവബോധം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. നമ്മൾ നേരത്തെ ബോധവുമായി കണക്ട് ചെയ്ത് വായിച്ചപ്പോൾ ഏറ്റവും പരമമായി ഉണ്ടാകുന്നത് സഹജാവബോധം. അതിനുശേഷം പിന്നെ വരുന്നത് ശിക്ഷിതാവബോധം. അതിനുശേഷം വരുന്നതാണ് കോംപ്രിഹെൻഷൻ, ധാരണാബോധം എന്ന് പറയുന്നത്. ധാരണ എന്ന് പറയുന്നത് വിശ്വാസ വ്യവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ ഈഗോ അല്ലെങ്കിൽ പാരഡൈം എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ഈഗോ അല്ലെങ്കിൽ സബ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പാരഡൈം, ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഈഗോ ആണ് നമ്മുടെ ഹയർ ലെവൽസ് ഓഫ് ആക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ധാരണ, നമ്മുടെ ഉപബോധ ചിത്രം എന്താണോ, നമ്മുടെ പാരഡൈം എന്താണോ, റെസിഡൻഷ്യൽ ഈഗോ എന്താണോ, അതാണ് നമ്മൾ ഇനി എന്തു ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ഇനി എന്താണ് കർമ്മം എന്നുള്ളത് അവിടെ നടപ്പിൽ വരുന്നത്. എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രതികരണം, പിന്നീടുള്ള അനുഭവം ഒക്കെ. അപ്പൊ ഈ ഹയർ ലെവൽസ് ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ പാരഡൈമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉപബോധ ചിത്രമായി നിൽക്കുന്നത് അതാണ് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ധർമ്മമായി വരിക, പ്രവർത്തനമായി വരിക, നമ്മുടെ പ്രതികരണങ്ങളായിട്ട് വരിക. നിങ്ങൾക്ക് സമ്പന്നത അനുഭവിക്കുന്നില്ല, അത് റെസ്പോൺസാണ്. പ്രകൃതിയുടെ റെസ്പോൺസ് ആണ് സമ്പന്നത എന്ന് പറയുന്നത്. പ്രകൃതിയുടെ റെസ്പോൺസ് ആണ് നിങ്ങളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ റെസ്പോൺസ് ആണ് നിങ്ങളുടെ അസുഖം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിന്റെ കാര്യത്തിലോ ഒക്കെ ഒരു റെസ്പോൺസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ ഈഗോയുടെ, നിങ്ങളുടെ അകത്ത് ക്യാരി ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥിരമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിൽ റിസൈഡ് ചെയ്യുന്ന ആ അഹങ്കാരത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. അതാണ് ഈഗോ ഡിറ്റർമിൻസ് ഹയർ ലെവൽസ് ഓഫ് ആക്ഷൻസ് പറയുന്നത്. ഈ ഫംഗ്ഷൻ, ആക്ഷൻ, റെസ്പോൺസ് ഇതെല്ലാം തന്നെ അവിടെ നിന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഈ സബ് കോൺഷ്യസ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പാരഡൈം എന്താണ് എന്ന് തീരുമാനം. പാരഡൈം എന്ന് വെച്ചാൽ മനോചിത്രം, ഉപബോധമാണ് പാരഡൈമിന്റെ. രണ്ടും ഒരേ കാര്യമാണെങ്കിൽ പോലും ഉപബോധമാണ് മനോചിത്രം. ചിത്രം എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്, ഒരു തരം ഓർമ്മയാണ്. ആ ഓർമ്മയെ തീരുമാനിക്കുന്നത് പാരഡൈമാണ്. എന്തിന്റെ ഓർമ്മയാണ്? അത് പാറ്റേണിന്റെ ഓർമ്മയാണ്. എന്താണ് പാറ്റേൺ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, അത് പിന്നീട് നമുക്ക് പഠിക്കാം. എന്താണെങ്കിലും ഉപബോധ ചിത്രം അല്ല, ഉപബോധ മനസ്സാണ് നിങ്ങളുടെ ഉപബോധ ചിത്രത്തെ രൂപപ്പെടുത്തുന്നത്. ഇത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്നേറ്റ് കോൺഷ്യസ്നെസ്, നിങ്ങളുടെ അവബോധ മനസ്സിനാൽ പ്രേരിതമാണ്. ഈ ഉപബോധ ചിത്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ അവബോധ മനസ്സുണ്ട്. നിങ്ങളുടെ അവബോധം, ജന്മസിദ്ധമായ നിങ്ങൾക്ക് കിട്ടിയ അവബോധമുണ്ട്, നിങ്ങളിലെ താളമുണ്ട്, നിങ്ങളിലെ യുക്തിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ്, അതിനാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് താളം വളരെ കൂടുതലുണ്ടെങ്കിൽ, നിങ്ങളൊരു ഉയർന്ന ബുദ്ധിമാനാകാൻ ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല, നിങ്ങൾ ഉയർന്ന ബുദ്ധിമാനാകാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് നിങ്ങളുടെ ഉപബോധ ചിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്നേറ്റ് കോൺഷ്യസ്നെസ്. അപ്പൊ അതുപയോഗിച്ചിട്ട് ദ പവർ ആൻഡ് മോഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഈ
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നേറ്റ് കോൺഷ്യസ്നെസിന്റെ സ്വാധീനം അവിടെ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ ചിത്രത്തിന്റെ, നിങ്ങളുടെ പാരഡൈമിന്റെ, നിങ്ങൾ ആരായി തീരും, എന്തായി തീരും, എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആ നിർവചനമുണ്ടല്ലോ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള നിർവചനമുണ്ടല്ലോ, അതിന്റെ ശക്തിയോ അതിന്റെ രീതിയോ മെച്ചപ്പെടുത്താൻ കഴിയും. ഏത് ഇന്നേറ്റ് കോൺഷ്യസ്നെസ്സിനനുസരിച്ച് അത് പ്രവർത്തിച്ചു പോകുന്നത്. പക്ഷേ കാരണം ഇന്നേറ്റ് കോൺഷ്യസ്നെസ്സിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിക്കാതെ കിടക്കുകയാണെങ്കിൽ അതിന്റെ പവർ കൂട്ടാൻ പറ്റും, അതിന്റെ മോഡ്, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അത് കൂട്ടാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ആ ശേഷി എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഇന്നേറ്റ് കോൺഷ്യസ്നെസ്സിനാൽ, നിങ്ങളുടെ ഉപബോധ ചിത്രത്തിനാൽ, ഉപബോധ മനസ്സിനാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. ഉപബോധ ചിത്രത്തിനാൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഉപബോധ മനസ്സിനും ഉള്ളിലുള്ളത് ഇന്നേറ്റ് കോൺഷ്യസ്നെസ്സിനാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ശേഷി നമുക്ക് പുതിയതായി ഉണ്ടാക്കാൻ കഴിയില്ല. ജന്മസിദ്ധമായി കിട്ടുന്നതാണെങ്കിൽ മാത്രമേ അത് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ പവർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. മാത്രമല്ല അത് ഈ പാരഡൈം എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ഇൻ ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഈ നിങ്ങളുടെ ഉപബോധ ചിത്രം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങളിൽ നിന്നുണ്ടാവുന്ന റെസ്പോൺസ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രകൃതിയോട് ഇടപെടുന്ന സമയത്ത്, നിങ്ങളുടെ ശരീരത്തിന് വെളിയിലുള്ളതെല്ലാം പ്രകൃതിയാണ്, ഞാൻ പ്രകൃതിയാണ്, എല്ലാം പ്രകൃതിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വെളിയിലുള്ള ഒരു ഭാഗവുമായിട്ട് ഇടപെടുന്ന സമയത്ത് എന്താണോ അനുഭവമാണ്, എന്താണോ പ്രതികരിച്ച് വെളിയിലേക്ക് വരുന്നത്, അതിൽ തെളിച്ച് കാണും നിങ്ങളുടെ പാരഡൈം എന്താണെന്ന്. നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വർത്തമാനത്തെ, നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ പാരഡൈം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അറിയാവുന്ന ഒരാളുടെ മുമ്പിൽ പോയി അയാൾക്ക് പറയാൻ കഴിയും നിങ്ങൾ എന്താണെന്ന്. അറിയാത്തവർക്ക് അതറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും 1,000 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു. ആർക്കെന്താ മനസ്സിലാവുന്നത്? അതല്ല, മനസ്സിലാകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇയാൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് പാരഡൈം ആണ്. നമ്മളിവിടെ പറയുന്ന നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പാരഡൈം ഷിഫ്റ്റ് ആണ്. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിവർത്തനം എന്നാണ് പറയുക. ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റമാണ്. സ്വിച്ച് ഇങ്ങനെ മാറ്റുന്നതിന് ഷിഫ്റ്റ് എന്ന് പറയുക. പരിവർത്തനം എന്ന് വെച്ചാൽ ഇതിൽ നിന്നും അതിലേക്ക് പോവുക എന്നുള്ള ഒരു വലിയ പ്രോസസ്സാണ്. ഒരു വലിയ വാഹനത്തെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഒന്ന് നേരെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ തിരിച്ച് മറ്റൊരു ഡിറക്ഷനിലേക്ക് മാറ്റുന്നതിനെയാണ് പരിവർത്തനം എന്ന് പറയുക. അതിനെ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു പ്രവർത്തന സംവിധാനത്തെ പതുക്കെ ക്ലോസ് ചെയ്തിട്ട് വേറൊരു പ്രവർത്തന സംവിധാനമാക്കി അതിനെ പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ, അതാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റീവ് കിനസിസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് ഇപ്പോ വെളിയിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു വിളി വരുന്നു, വെളിയിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു വിളി വരുന്നു. അങ്ങനെ ഒരു വിളി വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അതിനോടൊരു പ്രതികരണം ഉണ്ടാകും. ഒരു പ്രത്യേക ഒരാൾ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്നു. നിങ്ങളുടെ ഏത് തരം ആക്ടിവിറ്റിയും, പ്രകൃതിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ഏതൊരു തരം ഒരു ഇടപെടലും അതിനോട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി വെളിപ്പെടുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഇതിനാണ് ഇൻസ്റ്റിങ്ക്റ്റീവ് കിനസിസ് എന്ന് പറയുക. ഓക്കെ, ഇൻസ്റ്റിങ്ക്റ്റീവ് കിനസിസ് എന്നുള്ളത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്ക്. അപ്പൊ അതുവരെ നമ്മുടെ വെളിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റിമുലി, ആ സ്റ്റിമുലിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ പാരഡൈമിനനുസരിച്ചായിരിക്കും. വെളിയിൽ നിന്നും നമ്മിലേക്ക് കിട്ടുന്ന ഏതെങ്കിലും തരത്തിൽ, അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ 2 കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ട്രോപ്പിസം, മറ്റൊന്ന് സ്റ്റിമുലി എന്ന് പറയുന്നത്. ട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു ജനാലയുടെ വശത്ത് ഒരു ചെടി വെക്കുന്നു, ചെറിയൊരു ചെടി വെക്കുന്നു. ഈ ചെടി വളർന്നു വരുന്ന സമയത്ത് അത് വെളിച്ചമുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാം. ചെടിയെ നിങ്ങൾ ഒരിടത്ത് മണ്ണിലെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജലാംശമുള്ള ഭാഗത്ത്, അപ്പുറത്തൂടെ നീർച്ചാലിന്റെ ഭാഗത്തേക്ക് അതിന്റെ വേരുകൾ ഇങ്ങനെ തേടിപ്പോകുന്നത് കാണാം. ആദ്യമുള്ള സംഭവത്തെ നമ്മൾ പറയുക പ്രകാശത്തിന്റെ നേരെ പോകുന്നതിനെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. നമ്മൾ ഈ വേരുകൾ ജലാംശം ഉള്ളിടത്തേക്ക് പോകുന്നതിനെ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ പരിസ്ഥിതിയിൽ എന്ത് ഉണ്ടാകുന്നോ അവിടേക്ക് അതിനനുസരിച്ച് പ്രതികരണം നടത്തുന്ന സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രക്രിയയാണ്, അല്ലെങ്കിൽ അതൊരു പ്രതിഭാസമാണ് ആ ട്രോപ്പിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് നമ്മിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ഉത്തേജനം, ഒരു സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ചോദന നമ്മളിൽ നിന്നുണ്ടാവും.
അത്തരത്തിലൊന്നാണ് ഇൻസ്റ്റിങ്റ്റീവ് കിനേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിയന്ത്രിക്കുന്നത് പാരഡൈമാണ്. അതുപോലെ മറ്റൊരു വാക്കുകൂടെ പരിചയപ്പെടാം, എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളെ നമുക്ക് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഇടപെടുന്ന നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ, ചുറ്റുപാടിൽ നിന്നും നമ്മൾ എന്തൊക്കെ പശ്ചാത്തലത്തിലൂടെ നമ്മൾ ഇടപെടുന്നത്. നമ്മൾ ഇപ്പോൾ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരാളാണെങ്കിൽ അയാളുടെ ശാരീരിക ഘടന കാലുഷ്യമുള്ളതിനനുസരിച്ച് പരുവപ്പെടുകയും അയാളുടെ ജനിതക സ്വഭാവം തന്നെ അതിനനുസരിച്ചായി മാറുകയും ചെയ്യും. ഇതാണ് എപ്പിജെനറ്റിക്സ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. ഇവയെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവയെല്ലാം വെച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ടാകണമെങ്കിൽ, അതായത് നമ്മുടെ ഉപബോധത്തില് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നമുക്ക് ഒരു ഉപബോധം, ഞാനൊരു സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാനൊരു ദരിദ്രനാണ് എന്നുള്ള ഒരു ഉപബോധ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ടെന്നിരിക്കട്ടെ. അതിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് സമ്പന്നത നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. ഞാൻ ആരോഗ്യമുള്ള ഒരാളാണെന്നുള്ള ബോധ്യം നമുക്ക് വന്നാൽ മാത്രമേ ആരോഗ്യം എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ബോധ്യമാകുന്നു, ആ ബോധ്യമാകുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്താണോ ബോധ്യമാകുന്നത്, ആ ബോധ്യമാകുന്നത് മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഒരു അന്വേഷണത്തിലൂടെ പോകുന്നത്. നിങ്ങളിപ്പോ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതും വെറും വിജ്ഞാനം കൊണ്ടല്ല, നിങ്ങൾക്ക് എങ്ങോട്ടും പരിവർത്തനം ഉണ്ടാകണം എന്ന് കരുതുന്നത് കൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്തോ ഒന്ന് ചെയ്യാനുണ്ട്. ആ എന്തോ ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ പരിവർത്തനം ആവശ്യമായി വരുന്നത് എന്താണോ, അതായത് എന്തോ നിങ്ങൾ തടയുന്നത് കൊണ്ടാണ്, ആ തടയുന്നതിന് കാര്യമായിട്ടുള്ള ടെറർ ബാരിയർ അഥവാ ഭയപ്പെടുത്തുന്ന അതിര് എന്താണോ അതിനെ കണ്ടെത്തുക എന്നുള്ളതും അതിനെ പൊളിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സമ്പന്നത എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ദാരിദ്ര്യമാണുള്ളത്, സമ്പന്നതയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഈ സമ്പന്നതയെ ഫേസ് ചെയ്യാനുള്ള, അതിനെ ഹിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ തടയുന്നത് എന്തെങ്കിലും ഒരു ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അറിവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോധ്യമായിരിക്കാം. ആ സംഭവം നിങ്ങളെ ഇതിൽ നിന്ന് തടയുന്ന എന്തോ ഒരു ടെറർ ഉണ്ട്, എന്തോ ഒരു ഫിയർ ഉണ്ട്. ആ ഫിയറിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ആദ്യത്തെ ലെവൽ. രണ്ടാമത്, അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതായത് നിങ്ങൾ എന്തിനെയാണോ നിങ്ങൾ നേരിടാൻ പോകുന്നത് അതിനെ റിപ്പീറ്റ് ചെയ്ത് ഇടപെട്ട് നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ ചിത്രത്തിൽ കാണുന്ന ആ രംഗരാട്ടിനം എന്ന് പറയുന്ന ജൈന്റ് വീൽ, ഈ ജൈന്റ് വീലിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉള്ളിലൊരു പിടുത്തം ഇങ്ങനെ ഉണ്ടായിരിക്കും, നമുക്ക് വെയിറ്റ് കൂടിയൊരവസ്ഥയായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ബലം പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ മുകളിലത്തെ അവസ്ഥ കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു വല്ലാത്ത ലാഘവത്വം വരും. ആ ലാഘവത്വം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ലാഘവത്വമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, വീഴുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആ സമയത്ത് നമ്മൾ അറിയോ, നമ്മൾ അത്രയും നേരം ബലം പിടിച്ചിരുന്ന ഞാൻ ഇതിലൊന്നും അനങ്ങില്ല കുലുങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ അവിടെ ചെല്ലുമ്പോൾ എന്റെ അമ്മയെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുവരെ വെച്ചിട്ടുള്ള ഈഗോയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈഗോ പാരഡൈമായിട്ട് കണക്റ്റഡ് ആണെന്ന് അറിയാമല്ലോ. ആ ഈഗോയുടെ ആ പിടുത്തം അങ്ങ് ലൂസാവും. ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വീഴുന്ന സമയത്ത് നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ മഹാനായിക്കോട്ടെ, എത്ര വലിയ ധീരനായിക്കോട്ടെ, ഒന്ന് വഴിക്ക് വീണാൽ മതി. ആ വീഴുന്ന അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്തിട്ട് കൊടുത്താലും, നിങ്ങൾ എന്താശയം ഇട്ട് കൊടുത്താലും അത് വർക്ക് ചെയ്യും. അപ്പോ റിപ്പീറ്റഡ് ആക്ഷൻസ് ട്രാൻസ്മ്യൂട്ടേഷന് സഹായിക്കും, നിങ്ങളുടെ പരിവർത്തനത്തിന് സഹായിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ചില ട്രിഗറിങ് എലമെന്റുകൾ നിങ്ങളെ സഹായിക്കും. ആ ട്രിഗറിങ് എലമെന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, രാവിലെ കേൾക്കുന്ന മ്യൂസിക്, വൈകുന്നേരത്തെ ആ മ്യൂസിക്, അല്ലെങ്കിൽ പ്രഭാത സത്സംഗത്തിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ അതിലുപയോഗിക്കുന്ന ആ മെഡിറ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന പലതരം ശബ്ദങ്ങൾ, പലതരം സംജ്ഞകൾ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഉപബോധത്തെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ അവയെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഇതിന്റെ ഒരു പ്രാക്ടീസ് എങ്ങനെയാന്ന് വെച്ചാല്, ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോ ആദ്യം നിങ്ങൾ ആര് എന്ന് ഡിഫൈൻ ചെയ്യണം. എന്താണ് നിങ്ങളുടെ ജീവിത ഉദ്ദേശ്യം എന്നത് ഡിഫൈൻ ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് ഡിഫൈൻ ചെയ്യണം. ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ട്രാൻസ്മ്യൂട്ടേഷനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചോ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചോ ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കാര്യം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്ന് ഡിഫൈൻ ചെയ്യാം. നിങ്ങൾ ആര് എന്നുള്ള ഡിഫിനിഷനിൽ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഡിഫൈൻ ചെയ്യരുത്. നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുള്ള നിങ്ങൾ ആരാണോ. കുളിമ്പുറയ്ക്കകത്ത് നഗ്നമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് നമുക്ക് തോന്നുന്നുവോ അത് കൃത്യമായിട്ട് എഴുതുക. നമ്മുടെ ജീവിത ഉദ്ദേശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലിക്ക് പോയി ജീവിക്കലാണോ ഉദ്ദേശ്യം? നിങ്ങളുടെ പരമമായി നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ചോദന എന്താണ്? നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ ഈ ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ നിങ്ങളെ എങ്ങോട്ടേക്കാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കരുത്. നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ജീവിത ഉദ്ദേശ്യം എന്താണെന്നുള്ളത് അതറിയാനൊക്കെ ടൂളുകൾ ഒരുപാടുണ്ട്. അതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ, അത് അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ അത് കൃത്യമായിട്ട് പ്രത്യക്ഷമാകും. ഓക്കെ, ആ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ചേർത്ത് പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യം. അതാണ് ഒളിമ്പസിന്റെ പഠനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രകൃതിയുടെ നിയമങ്ങൾ? ഇവയെല്ലാം കോർത്തിണക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ ബോധിപ്പിക്കുക. കൺവിൻസ് യുവർ സെൽഫ്. ഓക്കെ, ക്ഷമിക്കുക, അതിവിടെ ചില കാര്യങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഓക്കെ, കൺവിൻസ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യുക. ഒന്ന്, ഇങ്ങനൊരു ഒരു പരിവർത്തനം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു, പരിവർത്തനം ആവശ്യമാണെന്ന് നിങ്ങൾ കൺവിൻസ് ചെയ്യിക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. അതിന്റെ എലിജിബിലിറ്റി, അതിന്റെ യോഗ്യത എന്തൊക്കെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന്റെ സാധ്യതകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തണം. അതിന്റെ പരിമിതികൾ എന്താ, അത് ഈ പ്രത്യേകിച്ച് മാനേജ്മെന്റ് ട്രെയിനിങ്ങിലൊന്നും ആരും പരിമിതിയെ കുറിച്ച് പറയുകയില്ല. നമുക്ക് പരിമിതികളുണ്ട്, ഓരോ വ്യക്തികൾക്കും പരിമിതികളുണ്ട്. ഈ പരിമിതി എന്തെന്ന് അറിയാതെ ഇതിനകത്ത് കിടന്ന് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് പോകാൻ പറ്റുന്നിടം വരെ പോകാൻ പറ്റും, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പ്രകൃതി അത് അനുവദിക്കില്ല, അതിനൊരു സാധ്യത നമുക്കില്ല. പക്ഷെ ആ പരിമിതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റീഫോംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രായോഗികമായിട്ട് ഇതിൽ എത്ര വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം മേക്ക് എ ഫേം ഡിസിഷൻ. നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക, ഞാൻ ഈ വഴിക്ക് പോകുന്നു, ഞാൻ മാറുന്നു എന്നുള്ളത്. പിന്നെ ഇതിനനുസരിച്ചുള്ള ഹാബിറ്റുകൾ, ശീലവിധാനത്തിലൂടെ മാത്രമേ പാരഡൈം ഷിഫ്റ്റ് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ആപ്ലിക്കബിൾ ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതിന് നമ്മുടെ കയ്യിൽ ഒരുപാട് ടൂളുകൾ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറെ പേര് ഈ 2 ഗ്ലാസും കൊണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടൂളുകൾ എന്ന് പറയുന്നതാണ്, ഒന്ന് ഫിക്സിംഗ് ദ റൂട്ട്. വേരില്ലാതെ ഒരു മരത്തിന് നിൽക്കാൻ കഴിയില്ല. നിങ്ങളാകണമെങ്കിൽ നിങ്ങളുടെ വേരുകൾ ഉറപ്പിച്ചതായിരിക്കണം. പിന്നെ ഇൻട്രോ സ്ക്രിപ്റ്റിംഗ്, നിങ്ങളുടെ അകത്തേക്കുള്ള ഒരു എഴുത്തുണ്ട്, അകത്തേക്ക് എഴുതൽ. ആ അകത്തേക്ക് എഴുത്ത് എന്നുള്ള പ്രക്രിയ, ഇപ്പൊ നിങ്ങൾ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഴുതുന്നുണ്ടല്ലോ, രാവിലെയും വൈകിട്ടും. ഇപ്പൊ ഈ കോഴ്സിലൂടെ വരുന്ന ആളുകളൊക്കെ തന്നെ രാവിലെയും വൈകിട്ടും എഴുതുന്നുണ്ടല്ലോ. ആ എഴുതുന്നത്, അഫർമേഷൻ എഴുതുന്നത് ഇൻട്രോസ്ക്രിപ്റ്റിംഗ് ആണ്. പക്ഷെ അത് മാത്രമല്ല, വേറെയും എഴുതാനുണ്ട്. അത് ജേർണൽ എഴുത്തിന്റെ മറ്റുള്ള കോഴ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻട്രോസ്ക്രിപ്റ്റിംഗ് എന്നുള്ളത്. പിന്നെ ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളത് നിങ്ങളുടെ ഇമോഷണൽ ബാഗേജുകൾ, നിങ്ങളുടെ ഉള്ളിലുള്ള അൺവാണ്ടഡ് സ്ക്രിപ്റ്റിംഗ്സ് ഉണ്ട്, ഓൾറെഡി ഉള്ള തിരക്കഥകൾ. ഇതിനു മുമ്പ് ചെറിയ കാലത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ചേക്കേറിയിട്ടുള്ള പാരഡൈമിന്റെ പഴയ സ്ക്രിപ്റ്റുകളുണ്ട്. ഇതിനെ വെളിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇന്റർമിറ്റന്റ് മെഡിറ്റേറ്റീവ് സ്ക്രിപ്റ്റിംഗ് എന്നാണ് പറയാ. ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ ചുരുക്കി പറയും. ഇന്റർമിറ്റന്റ് സ്ക്രിപ്റ്റിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ട് അത് വെളിയിലേക്ക് എടുക്കുക, നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളെ വെളിയിലേക്ക് എടുക്കുക. ഓക്കെ, പിന്നെ സ്വയം നിരീക്ഷണങ്ങൾ, അതിന് ഒരുപാട് ടൂളുകൾ ഉണ്ട്. ഇപ്പൊ തന്നെ മറ്റേ ബിഹേവിയർ, അതുപോലെ തന്നെ ടാസ്കുകൾ, ഇങ്ങനെയുള്ള ഒരു മറ്റേ എഫോർമേഷൻസ്, ഇങ്ങനെയുള്ള കുറെ ടൂളുകൾ ഉണ്ട് അതിന്. ഓക്കെ, പിന്നെ ഹാബിറ്റ് മേക്കിംഗ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റിനോട് ചേർന്നുകൊണ്ട് നിങ്ങളൊരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് കോൺസ്റ്റന്റ് അറ്റൻഷൻ ഉണ്ടാകാൻ പാകത്തിലുള്ള റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണിത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിവോഷൻ ഉണ്ടാവുക എന്നുള്ളത്. കംപ്ലീറ്റ് ഡിവോഷൻ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായ സാധനകളിലൂടെ, ധ്യാനങ്ങളിലൂടെ, നിരന്തര സമ്പർക്കത്തിലൂടെ, നിരന്തര സേവനത്തിലൂടെ, കമ്മ്യൂണിറ്റി മേക്കിങ്ങിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെയാണ് കംപ്ലീറ്റ് ഡിവോഷൻ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൂടെ പോകുന്ന സമയത്താണ് നമുക്ക് പാരഡൈം ഷിഫ്റ്റ് സാധ്യമാകുക.
അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതാണ്. എന്താണ് പാരഡൈം എന്ന് പറഞ്ഞു, എന്താണ് ബോധം എന്ന് പറഞ്ഞു, ബോധത്തിന്റെ തലങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിൽ ഈഗോയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു, അതില് പാരഡൈം എന്നുള്ള സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് പാരഡൈം, ഉപബോധ വിപ്ലവം എന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ പ്രായോഗികമായിട്ടുള്ള ട്രാൻസ്മ്യൂട്ടേഷൻ പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു. അതിന് നമ്മുടെ കയ്യിലുള്ള ടൂളുകൾ എന്ത് എന്നുള്ളത് പറഞ്ഞു. ഇത്രയുമാണ് പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള ആശയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ പാരഡൈം ഷിഫ്റ്റിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ബാഗേജ് ആണ്. ഇമോഷണൽ ബാഗേജുകൾ എടുത്തു കളഞ്ഞിട്ടാണ് നമുക്ക് ഇമോഷണൽ റെസിലിയൻസിലേക്ക്, പുനഃസ്ഥാപനത്തിലേക്ക് ചെല്ലേണ്ടത്. ഇമോഷനാണ് ഇവിടെയൊക്കെ പ്രശ്നമാകുന്നത്. ആ ഇമോഷണൽ റെസിലിയൻസ് എന്നുള്ള പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് നാളെ പരിശോധിക്കാം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി. നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമസ്കാരം.